എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺഫർമറ്ററി ടെസ്റ്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ? ഓപ്ഷൻസ് ECG, ട്രോപ് ടി, CKMB, CAG. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൈറ്റ് ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് കൺഫർമേഷൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിയണം. കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അല്ലേ? ഒരു കാര്യം ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ മയോകാർഡിയൽ ഇൻഫാക്ഷനിലെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സാഹചര്യത്തെ ഈ പറയുന്ന ഏത് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും എന്നുള്ളതാണ് ചോദ്യമായിട്ട് നിൽക്കുന്നത്. പല കുട്ടികൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കൺഫ്യൂഷനുണ്ട്. ECG എന്നുള്ള ആൻസർ കൂടുതൽ പേർ ചെയ്തിട്ടുണ്ട്, ട്രോപ് ടി എഴുതിയിട്ടുണ്ട്, ട്രോപ്പ് ഐ എഴുതിയിട്ടുണ്ട്, CKMB ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ECG എന്ന് പറയുന്നത് അത്ര റിലയബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. അതുകൊണ്ടാണ് NSEMI എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുന്നത്. അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണെങ്കിലും ST സെഗ്മെന്റ് എലവേഷൻ വരാത്ത പല സാഹചര്യങ്ങളും കാണുന്നുണ്ട്. അതിനെയാണ് നമ്മൾ നോൺ ST സെഗ്മെന്റ് എലവേഷൻ MI എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്നത്. ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ, കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് ഉറപ്പിക്കണം. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാറുണ്ട്. TB പോലുള്ള ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള ഓപ്ഷൻസ് നമ്മുടെ മുന്നിലേക്ക് വരും. AFP ആണോ, അതോ മാൻഡോ ടെസ്റ്റ് ആണോ, അതോ സ്പ്യൂട്ടം കൾച്ചർ ആണോ എന്നൊക്കെ. അപ്പോൾ അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന സ്പ്യൂട്ടം കൾച്ചറാണ്. എല്ലാ കേസിലും കൺഫർമേഷൻ കൾച്ചറാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മീഡിയം ഒരു മീഡിയം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സാമ്പിളിൽ ആ പറയുന്ന ഓർഗാനിസത്തെ ഗ്രോ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കോളനി മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വിഷ്വലൈസ് ചെയ്യുന്നു, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നു. ആ സാഹചര്യമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പ്യൂട്ടം കൾച്ചർ എന്നുള്ളതാണ് ആ കേസിൽ നമുക്ക് വളരെ റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ECGയേക്കാൾ ഉപരിയായിട്ട് കാർഡിയാക് മാർക്കേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർഡിയാക് മാർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച കൂട്ട് തന്നെ ഒരു സെൽ ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് മാത്രം സെല്ലിനുള്ളിലുള്ള എൻസൈംസ് പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ സെൽ ഡെത്ത് സംഭവിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അതുകൊണ്ട് തന്നെ അവിടെ കാർഡിയാക് മാർക്കേഴ്സ് ആയ ട്രോപ് ടി, ട്രോപ്പ് ഐ, അതേപോലെ CKMB പോലുള്ള കാര്യങ്ങൾ എലവേറ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നതാണ് എന്ന്. പക്ഷേ ഇവിടെ എന്താണ് വേറൊരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനേക്കാൾ കൺഫേം ചെയ്യാൻ പറ്റുന്ന മറ്റു മാർഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു വൺ മോർ ഓപ്ഷൻ D ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് CAG ആണ്, കൊറോണറി ആർട്ടറി അല്ലെങ്കിൽ കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. കൊറോണറി ആൻജിയോഗ്രാം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഒന്നുകിൽ ഫെമറൽ ആർട്ടറി അല്ലെങ്കിൽ റേഡിയൽ ആർട്ടറി വഴി ഒരു കത്തീഡ്രൽ അഡ്വാൻസ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം നമ്മളത് കറക്റ്റായിട്ടും കൊറോണറി ആർട്ടറീസിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നു. അവിടെ എത്തിയതിന് ശേഷം എവിടെയാണോ ബ്ലോക്ക് ഉള്ളത് എന്നുള്ള കാര്യം ഡയറക്റ്റായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. സ്ക്രീനിൽ നമ്മൾ കാണുകയാണ്. ഇത്രമാത്രം കണ്ട് നമുക്ക് ഉറപ്പിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്ന സമയത്ത് ഏതാണ് മോസ്റ്റ് കൺഫോർമറ്ററി എന്നുള്ള രീതിയിലേക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ്. CAG എന്ന് പറയുന്ന ഓപ്ഷൻ അതിലുണ്ട് എങ്കിൽ കൃത്യമായിട്ടും CAG തന്നെയാണ് ഡെഫിനറ്റ് ആയിട്ടും കൺഫർമറ്ററി ടെസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൽ CAG എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ അത് തന്നെ ആൻസർ ചെയ്യുക, കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. അതേസമയം CAG എന്ന് പറയുന്ന ഓപ്ഷൻ അതിലില്ല എങ്കിൽ നിങ്ങൾക്ക് കാർഡിയാക് മാർക്കേഴ്സ് ഏതാണോ കൊടുത്തിരിക്കുന്നത് അത് ആൻസർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ECG എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് CAG ആണ്. CAG ഇല്ലായിരുന്നുവെങ്കിൽ കാർഡിയാക് മാർക്കേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ.